2026 കേരള നിയമസഭാ ഇലക്ഷൻ പ്രവചനാതീതമായി മുന്നോട്ട് പോകുമ്പോൾ തവന്നൂർ നിയോജക മണ്ഡലത്തിൽ ഹാട്രിക് വിജയം നേടിയ കെ.ടി. ജലീൽ വീണ്ടും ഒരു വിജയപ്രതീക്ഷയോടെ മത്സരരംഗത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇനിയും തവന്നൂർ നിയോജക മണ്ഡലത്തിന് കെ.ടി. ജലീൽ എം.എൽ.എ ആയി വേണ്ട എന്നതിന് വ്യക്തമായ 5 കാരണങ്ങളാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഇനി ഞാനൊരിക്കലും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വരില്ലെന്നും തനിക്കൊരു ബോർഡ് ചെയർമാൻ പോലും ആവേണ്ടെന്നും വീമ്പിളക്കി മാർക്സിസ്റ്റ് പാർട്ടിയോടും പിണറായി വിജയനോടും നന്ദികേട് പറഞ്ഞ് ജനങ്ങൾക്ക് നേരെ കൊഞ്ഞനം കുത്തി ഇനി അധികാര കസര തേടി വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്റെ നിയോജക മണ്ഡലത്തിന്റെ അധോഗതികളിലേക്ക് ദൂരെ നിന്ന് പോലും എത്തി നോക്കാൻ മനസ്സു കാണിക്കാതെ മാറി നിൽക്കുകയായിരുന്നു കെ.ടി. ജലീൽ. പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. എനിക്കൊരു ബോർഡ് ചെയർമാൻ പോലും ഇനി ആവണ്ട. എന്റെ ജീവിതത്തിൽ പാർട്ടിയോട് മാത്രമല്ല, എനിക്ക് ഒരാളോടും പ്രതിബദ്ധതയില്ല. CPIM-നോടും എനിക്ക് പ്രതിബദ്ധതയില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. എനിക്ക് ആരോടും യാതൊരു ബാധ്യതയും കടപ്പാടും ഉണ്ടാവേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയോട് ഉണ്ടാവേണ്ട കാര്യമില്ല, CPIM-നോട് ഉണ്ടാവേണ്ട കാര്യമില്ല. ഒക്കെ ജീവിക്കുന്നത് എന്തിനാ? പരലോകത്ത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാതെ ഇവിടെ മന്ത്രിയാവലോ MLA ആവലോ ഒന്നുമല്ല. നമ്മളുടെ ആത്യന്തിക ലക്ഷ്യം എന്താ? സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഒരാൾക്ക് വേണ്ടി നിലകൊള്ളുക അല്ലെങ്കിൽ അയാളെ ന്യായീകരിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ട് എന്ന് വരുമ്പോഴാണല്ലോ. പാർട്ടിയോട് മാത്രമല്ല, എനിക്ക് ഒരാളോടും പ്രതിബദ്ധതയില്ല. ഇത്രയൊക്കെ അവജ്ഞയോടെ മാർക്സിസ്റ്റ് പാർട്ടിയെയും പിണറായിയെയും എഴുതി തള്ളിയ അതേ പാതി ചുവപ്പനായ കെ.ടി. ജലീലാണ് വീണ്ടും ജനങ്ങൾക്ക് മുമ്പിൽ പിച്ചച്ചട്ടിയുമായി വന്നിരിക്കുന്നത്. വേണമെങ്കിൽ കെ.ടി. ജലീലിനെ എന്നേക്കുമായി നാണം കെടുത്താൻ പിണറായി സഖാവ് മനസ്സറിഞ്ഞു വിട്ടതായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിലേക്ക് എന്ന് ഊഹിക്കാം. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കല്യാണത്തിനും മരണവീട്ടിലുമല്ലാതെ മണ്ഡലത്തിൽ മറ്റെവിടെയൊക്കെയാണ് കെ.ടി. ജലീൽ എന്ന സാമാജികൻ പ്രത്യക്ഷപ്പെട്ടതെന്ന് നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക. മണ്ഡലത്തിന്റെ നാശോന്മുഖമായ മേഖലകളിൽ ആ കെടുതികൾ പരിഹരിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് അദ്ദേഹം സ്വീകരിച്ചതെന്ന് പുതിയ പദ്ധതികളുമായി മുന്നോട്ട് വരുമ്പോഴെങ്കിലും കഴുതകളായ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അദ്ദേഹം ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പറയുന്ന വികസനത്തിലെ ആദ്യത്തെ വികസനം എന്തെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരു സമ്മാനമായിട്ട് ജനങ്ങളോട് പറയുന്നത്, എന്നെ വിജയിപ്പിച്ചാൽ ഒരുപാട് വികസന പദ്ധതികൾ കാലത്തിൻ്റെ തേട്ടമനുസരിച്ച് ആവശ്യമനുസരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. എനിക്ക് അതിന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പടിഞ്ഞാറേക്കരയിൽ നിന്ന് പൊന്നാനിയിലേക്ക് ഒരു ഹൗറ മോഡൽ പാലം 250 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അതിനായിട്ട് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അത് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലമേറ്റെടുപ്പ് പുരോഗമിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് തീരദേശ ഹൈവേ എൻ്റെ മണ്ഡലത്തിലെ ആശാൻപടി മുതൽ പടിഞ്ഞാറേക്കര വരെ ഏതാണ്ട് 51 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇപ്പോൾ അതിഗംഭീരമായി റബ്ബറൈസ് ചെയ്തിരിക്കുന്നത്. ആ റോഡ് റബ്ബറൈസ് ചെയ്തത് ഈ പാലം അധികം വൈകാതെ വരും എന്നുള്ളതിൻ്റെ പ്രഖ്യാപനവും കൂടിയാണ്. അതാണ് ഇനി നമുക്ക് അടുത്ത 5 വർഷത്തിനിടയിൽ പൂർത്തിയാക്കാനുള്ള പദ്ധതി എന്ന് പറയുന്നത്. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൗറ പാലം എന്തുകൊണ്ടും പുരോഗമനത്തിന്റെയും പുരോഗതിയുടെയും പ്രതീകം തന്നെയായിരുന്നു. പക്ഷേ ആ പാലം വയലുകളിൽ നിന്ന് പുറത്തേക്ക് ചാടി ഏത് കാലത്ത് ആശയ പൂർത്തീകരണത്തിന് വിധേയമാകുമെന്ന് MLA കെ.ടി. ജലീലിന് പോലും അറിയില്ല. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ പ്രതീക്ഷയുടെയും എന്നാൽ ഒരിക്കലും പൂർത്തിയാക്കാനാവാത്തതുമായ വികസന സ്വപ്നങ്ങൾ മുന്നോട്ട് വെക്കണം. അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും തന്ത്രമാണ്. അങ്ങനെ മുന്നോട്ട് വെച്ച വെറുമൊരു പദ്ധതി മാത്രമാണ് ഹൗറ മോഡൽ പൊന്നാനി പാലം. 2026 തെരഞ്ഞെടുപ്പുമായി ഓടി നടക്കുന്ന കെ.ടി. ജലീലിന്റെ പുതിയ പ്രഖ്യാപനങ്ങളിൽ പ്രബലമായ ഹൗറ മോഡൽ പൊന്നാനി അഴിമുഖം പാലം പേപ്പർ കെട്ടുകൾക്കിടയിൽ ചിതറി അരിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതായത് 2021 കെ.ടി. ജലീൽ MLA ആയപ്പോൾ ഭ്രൂണാവസ്ഥയിലായ ഹൗറ പാലം അന്നത്തെ അതേ അവസ്ഥയിൽ തന്നെ ഇപ്പോഴും ജീവനില്ലാതെ വളർച്ചയില്ലാതെ കിടക്കുകയാണ്. പൊന്നാനി പടിഞ്ഞാറക്കരയെയും തിരൂർ ഉണ്ണിയാലിനെയും ബന്ധിപ്പിക്കുന്ന പൊന്നാനി ഹൗറ മോഡൽ തൂക്കുപാലം പദ്ധതിക്ക് കേരള സർക്കാർ ഭരണാനുമതി നൽകിയത് 2021 ജൂൺ മാസത്തിലാണ്. കിഫ്ബി വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഏകദേശം 282 കോടി രൂപയാണ് ഈ ബൃഹത്തായ പാല നിർമ്മാണത്തിനായി പ്രാഥമികമായി കണക്കാക്കിയിരുന്നത്. കൊൽക്കത്തയിലെ ഹൗറ പാലത്തിന് സമാനമായ ഡിസൈനിൽ മധ്യത്തിൽ തൂണുകളില്ലാത്ത ബോ സെക്ഷൻ രീതിയിലുള്ള നിർമ്മാണമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളും അനുബന്ധ പാരിസ്ഥിതിക അനുമതികളും പുരോഗമിച്ചു വരികയാണെന്ന് പറയുന്നതല്ലാതെ യാതൊരു പുരോഗതിയും നമ്മളാരും അവിടെ കാണുന്നില്ല.
പേരിന് മാത്രം പറയുന്ന ഭൂമി ഏറ്റെടുക്കൽ കർമ്മത്തിന് 5 വർഷം KT ജലീൽ MLA-ക്കും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനും വേണ്ടി വന്നെങ്കിൽ ഈ ആഴിക്ക് മുകളിൽ ഇങ്ങനെയൊരു പാലം വരാൻ 50 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ഒരു പദ്ധതി നടപ്പിലാക്കാൻ 282 കോടി അടങ്കൽ തുക കണക്കാക്കി ആ പദ്ധതിക്ക് മുകളിൽ അടയിരുന്ന KT ജലീൽ MLA-ക്ക് ആ പദ്ധതി തന്റെ സ്വപ്ന പദ്ധതിയാണെന്നും അതിന്റെ സാക്ഷാത്കാരത്തിനായി ഒന്നുകൂടി എന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കൂ എന്നും പറയാൻ എന്ത് അവകാശമാണുള്ളത്? ഭാരതപ്പുഴ കടലിൽ ചേരുന്ന അഴിമുഖത്തിന് കുറുകെയാണ് ഈ പാലം വരുന്നത് എന്നതിനാൽ ടൂറിസം മേഖലയ്ക്കും വലിയ ഉണർവ് നൽകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ പദ്ധതി പേപ്പറിലൊതുക്കി 5 വർഷം പാഴാക്കി കളഞ്ഞതിന് എന്ത് ന്യായമാണ് KT ജലീലിനും ഇടത് സർക്കാരിനും പറയാനുള്ളത്? ഈ ഹൗറ പാലം വെറും കടലാസിലൊതുങ്ങുന്ന പുരോഗമനമാണെന്ന് തിരിച്ചറിയുന്ന ഒരു വോട്ടറും തന്റെ സമ്മതിദാനാവകാശം ജലീലിന് വേണ്ടി വിനിയോഗിക്കില്ല. 2026 തെരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് നിഷേധിക്കുമെന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ മണ്ഡലത്തിന്റെ ഒരു പുരോഗതിയിലേക്കും കാലെടുത്ത് വെക്കാത്ത ജലീലിനെ ഇനിയും എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? KT ജലീൽ ഇനിയും അധികാരത്തിൽ വരേണ്ടതില്ലെന്ന് ജനങ്ങൾ തീരുമാനിക്കുന്ന 5 കാരണങ്ങളിൽ ഒന്നാണ് ഹൗറ പാലം എന്ന സ്വപ്ന പദ്ധതിയെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റിവെച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ KT ജലീലിന്റെ വോട്ടിന്റെ ഗ്രാഫ് ഇവിടെ താഴേക്ക് പോകുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 2026 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10,000 വോട്ടിനെങ്കിലും ജലീൽ തോൽക്കുമെന്നാണ്. ജലീലിന്റെ തോൽവിയുടെ ബാക്കി കാരണങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.